ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വിശ്വാസത്തിന്റെ പടികൾ എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിപ്പാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവകൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തെ അടിസ്ഥാനമാക്കിയാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമതായി നമുക്ക് ചിന്തിപ്പാനിടയായത് വിശ്വാസത്തിന്റെ നടപ്പ്, അത് ഹാനോക്കിനെ കുറിച്ചാണ്. രണ്ടാമതായി നമുക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞത് വിശ്വാസത്തിന്റെ സാക്ഷ്യം, അത് ഹാബേലിനെ കുറിച്ചാണ്. ഇന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് വിശ്വാസത്തിന്റെ ഭയഭക്തി എന്ന വിഷയത്തെ കുറിച്ചാണ് ചിന്തിപ്പാനായി ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിങ്ങനെയാണ്: വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അള്ളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ഇവിടെ നോഹയെ കുറിച്ചാണ് എബ്രായ ലേഖനത്തിൽ ദൈവദാസനായിരിക്കുന്ന പൗലോസ് പ്രസ്താവിക്കുന്നതായി നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇവിടെ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാട് ലഭിച്ചു എന്നാണ് നമുക്ക് ഒന്നാമതായി കാണാനായി സാധിക്കുന്നത്. എന്താണ് അതുവരെ കാണാത്തവയെ കുറിച്ചുള്ള അരുളപ്പാട്? ദൈവം പറയുകയാണ്, ഞാൻ മഴ പെയ്യിപ്പിച്ച് ഞാൻ ഭൂമിയെ വെള്ളത്താൽ നിറയ്ക്കാൻ പോവുകയാണെന്ന്. എന്നാൽ അതുവരെ മഴയില്ല, മഞ്ഞ് പൊങ്ങി ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നു എന്നാണ് തിരുവചനം നമ്മെ സാക്ഷീകരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ദൈവം കാണാത്ത ഒന്നും, എന്നുവെച്ചാൽ മഴ ഇല്ലായിരിക്കുന്ന സാഹചര്യത്തിൽ മഴ പെയ്ത് ഭൂമിയെ വെള്ളത്താൽ നിറയ്ക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ ദൈവദാസനായിരിക്കുന്ന നോഹ അത് പൂർണ്ണമായി വിശ്വസിച്ചു. ഇന്ന് പകൽക്കാലം എനിക്ക് ഓർപ്പിക്കാനുള്ള ഒരു കാര്യം, നാം ദൈവം എന്തു പറയുന്നു അത് അനുസരിക്കാൻ, അത് കേൾക്കുവാൻ, അത് വിശ്വസിക്കുവാൻ ഉള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം പ്രാപിപ്പാന്നൊക്കെ കാരണമായി തീരും. അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തി നമ്മുടെ ഇടയിൽ നടത്തുവാൻ ദൈവം പ്രസാദിക്കണമെങ്കിൽ, ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നമ്മിൽ വേണ്ട കാര്യം എന്താണ് ചോദിച്ചാൽ, നാം തികച്ചും ദൈവത്തെ അനുസരിക്കണം. എന്ത് കാര്യം പറഞ്ഞാലും നമ്മളത് അനുസരിക്കാൻ തയ്യാറാകുന്നുവെങ്കിലാണ് അതിന്മേൽ അനുഗ്രഹം ഉണ്ടാകുവാന്നൊക്കെ അവിടെയാകുന്നത്. ഇതാ കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് കഴിഞ്ഞു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കല്യാണ വീട്ടിൽ വീഞ്ഞ് എന്നുള്ളത് പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അത് കഴിഞ്ഞ സാഹചര്യത്തില് മറിയ ശുശ്രൂഷക്കാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ അത് ചെയ്യുവീരെന്ന്. ഈ വീട്ടിലെ പോരായ്മ നികത്തുവാൻ മതിയായത് അവൻ എന്തെങ്കിലും കൽപ്പിക്കണം. മറിയയ്ക്കറിയാം അവർ കൽപ്പിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. കാരണം ഒരു വശത്ത് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഇതിനു മുമ്പ് ഒരു അത്ഭുതം ചെയ്തിട്ടില്ല. അത്ഭുതം ചെയ്തെങ്കിൽ യേശു അത്ഭുതം ചെയ്യുന്ന വ്യക്തിയാണെന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ മറിയയ്ക്ക് അങ്ങനെ പറയാം. എന്നാൽ മറിയ അത്ഭുതം ഒന്നും കണ്ടിട്ടല്ല, അവൾക്കൊരു കാര്യം അറിയാം, ഇവൻ സാധാരണക്കാരനല്ല, ഇവൻ ദൈവപുത്രനാണ്. അതുകൊണ്ട് യേശു എന്ത് കൽപ്പിച്ചാലും അത് നടക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിന്നോട് യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നടക്കുമെന്ന് നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ അതങ്ങനെ സംഭവിപ്പാതൊക്കെയാകും. തിരുവചന താളുകൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വചനത്തിലൂടെ ദൈവാത്മാവും വഴി ഇടപെടുമ്പോൾ, അസാധാരണമായ ചില കാര്യങ്ങളെ കുറിച്ച് ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ, നമ്മൾ അത് വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാന്നൊക്കെയാകും. നാം ദൈവത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പമെന്ന്. അപ്പോൾ എവിടെയാണ് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത്? വിശ്വസിക്കുന്നവരിലാണ് ദൈവത്തിന്റെ ശക്തി വ്യാപരിപ്പാന്നൊക്കെയാകുന്നത്. ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്, അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പായിട്ടുണ്ടായിട്ട് അവൻ ഭയഭക്തി പൂണ്ട് ഒരു പെട്ടകം തീർത്തു. പെട്ടകം തീർക്കുവാൻ നോഹയ്ക്ക് ഇടയായത് ദൈവ ശബ്ദം കേട്ടപ്പോൾ അവന് ഒരു ഭയവും ഒരു ഭക്തിയും ഉണ്ടായി. നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഒരു ദൈവഭയമാണ്. നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കുകളിന്മേൽ നമുക്ക് ഒരു ഭയം വേണം. ഇത് കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ദൈവത്തിൽ വായിക്കുന്നുണ്ട്. അന്ന് യഹോവഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു എന്ന് ദൈവത്തിൽ കാണാനായി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ തികച്ചും ദൈവം നമ്മെ അനുഗ്രഹിപ്പാതെ കാരണം ശക്തനായിരിക്കുന്ന ദൈവമാണ്. നാം ദൈവത്തിൽ വായിക്കുന്ന എങ്ങനെയാണ്: ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ ഘോഷിച്ച് ഉല്ലസിപ്പീൻ എന്ന. അപ്പോൾ നാം ദൈവത്തെ സേവിക്കേണ്ടത് എങ്ങനെയാണ്? നാം ദൈവത്തെ സേവിക്കേണ്ടത് ഭയത്തോടെ നാം ദൈവത്തെ സേവിപ്പാതൊക്കെയായി തീരണം. നാം ദൈവത്തിൽ വായിക്കുന്നുണ്ടല്ലോ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ.
അപ്പോൾ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ അവന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത് അവൾ വീട്ടിനകത്ത് മുന്തിരിവള്ളി പോലെ ആകുന്നു എന്ന ദൈവത്തിൽ കാണാനായി സാധിക്കുന്നത്. എന്നാൽ അവളുടെ മക്കളോ, അവരുടെ രണ്ടുപേരുടെയും മക്കൾ എന്ന് പറയുന്നത് മേശയ്ക്ക് ചുറ്റും ഒലിവ തൈ പോലെ ഇരിക്കും. ഒലിവ തൈയ് ദൈവവും മനുഷ്യരും സന്തോഷിക്കുന്ന ഒരു വൃക്ഷമാണ്. അങ്ങനെയാണെങ്കിൽ മക്കൾ ദൈവത്തിന്റെ മനുഷ്യർക്കും പ്രീതിയുള്ളവരായി വളരുവാൻ കാരണമായി തീരണമെങ്കിൽ ഭർത്താവ് ദൈവത്തെ ഭയപ്പെടുന്നവരും ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായി മുന്തിരിവള്ളിയുമാകുന്നുവെങ്കിൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനൊക്കെയായി തീരും. ഇന്ന് തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. തലമുറകൾ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ യഥാർത്ഥമായി ഭാര്യയും ഭർത്താവും ദൈവത്തെ ഭയപ്പെട്ട് ദൈവപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ തലമുറകൾ ദൈവത്തെ സേവിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമുള്ള കാര്യമല്ല. നാം ദൈവത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ദൈവദാസനായിരിക്കുന്ന ദാവീദ് അന്ന് യഹോവയെ ഭയപ്പെട്ടു പോയെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണാനായി സാധിക്കുന്നു. എന്നാണ് ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടത്? നമുക്കറിയാം, പെട്ടകം ഇത് അബീനാദാമിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ്. വലിയ പരിവാരത്തോടുകൂടെ കാളവണ്ടിയിൽ യഹോവയുടെ പെട്ടകം കയറ്റിക്കൊണ്ടുവരുന്ന സാഹചര്യത്തിലാണ് കാള വിരണ്ടു, ഉസ കയറി പിടിച്ചു. അന്ന് ഉസ ഛേദിക്കപ്പെട്ടു. ദൈവനം വായിക്കുന്നത് ഇങ്ങനെയാണ്: അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. അതിനു മുൻപ് ദാവീദിന് ദൈവഭയം ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല. എന്നാൽ ദൈവം സ്നേഹവാനാണെന്നുള്ള യാഥാർത്ഥ്യം അവൻ അറിയാം. എന്നാൽ ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നും കൂടെ ദൈവദാസനായിരിക്കും ദാവീദിന് ബോധ്യപ്പെട്ടപ്പോൾ അവൻ ദൈവത്തെ ഭയപ്പെടുവാനൊക്കെയാകും. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നാം ഒരു കാര്യം മനസ്സിലാക്കണം: നമ്മുടെ ദൈവം സ്നേഹവാനാണ്. അവൻ പാപിയെ സ്നേഹിക്കുന്നവനാണ്. എന്നാൽ പാപത്തെ വെറുക്കുന്നവനുമായ ദൈവമാണ്. ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നവനാണ്. എന്നാൽ അഹങ്കാരിയോട് ദൈവം എതിർത്ത് നിൽക്കുന്നവനാണ്. പാപിയെ ദൈവം സ്നേഹിക്കുന്നു, എന്നാൽ അഹങ്കാരിയോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. അതെ, തികച്ചും നമ്മുടെ ജീവിതയാത്രയിൽ ഒരു ദൈവഭയത്തോടെ യാത്ര ചെയ്യുവാനൊക്കെ കാരണമാകണം. അതുകൊണ്ട് ആ പെട്ടകം വീണ്ടും ഒബേദോദോമിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഏറിയ ഭയത്തോടു കൂടെയാണ് ദൈവദാസനായിരിക്കുന്ന ദാവീദ് ആ പെട്ടകം കൊണ്ടുപോകുവാനൊക്കെ കാരണമായത്. നാം നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ദൈവത്തെ ഭയപ്പെടാം. ദൈവത്തെ ഭയപ്പെടുന്ന ഒരുവനും അതെ മറ്റാരെയും ഭയപ്പെടേണ്ടി വരികയില്ല. ദൈവത്തെ ഭയപ്പെട്ട് നാം യാത്ര ചെയ്യുന്നുവെങ്കിൽ ലോകത്തിലെ ഒരു വ്യക്തിയെയും ഒരു ശക്തിയെയും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ദൈവത്തിന് വായിപ്പാൻ കഴിയുന്ന എങ്ങനെയാണ്? ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഇയ്യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്: ഭയപ്പെട്ട് തന്നെ എനിക്ക് ഭവിച്ചിരിക്കുന്നു എന്ന്. എന്താണ് ഇയ്യോബിന് ഭയപ്പെട്ട് തന്നെ ഭവിച്ചത്? താന് രോഗിയായി തകർന്നു കിടക്കുന്ന സമയത്ത് അവൻ പറയുന്ന ഒരു കാര്യമാണ് ഭയപ്പെട്ട് തന്നെ എനിക്ക് ഭവിച്ചിരിക്കുന്നു എന്ന്. എന്നാൽ മറ്റൊരു ഭക്തനെ നമുക്ക് തിരുവചനത്തിൽ കാണാനായി സാധിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ദൈവദാസനായിരിക്കുന്ന ദാവീദാണ്. ദാവീദ് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. അപ്പോൾ ഭയം എല്ലാവർക്കും കടന്നു വരും. മരണഭയം കടന്നു വരാം. ഒരു തലവേദനയാകുമ്പോൾ ട്യൂമറാണോ? ഒരു ഭയം കടന്നു വരാം. നെഞ്ചുവേദനയാകുമ്പോൾ അറ്റാക്കിന്റെ ലക്ഷണമാണോ? ഒരു ഭയം കടന്നു വരാം. എന്നാൽ ഏത് ഭയം ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നമുക്ക് ആശ്രയിക്കാൻ കൊള്ളാകുന്ന ഒരുവനുണ്ട്. അത് നമ്മുടെ കർത്താവായ ദൈവമാണ്. ദാവീദ് പറയുന്ന കാര്യം എങ്ങനെയാണ്? ഞാൻ ഭയപ്പെടുന്ന നാളിൽ യഹോവയിൽ ആശ്രയിക്കുമെന്ന്. അതുകൊണ്ട് മറ്റൊരിടത്ത് ദാവീദ് പറയുകയാണ്, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. എന്താ ദാവീദ് ഇങ്ങനെ പറയുവാൻ കാരണമെന്ന? ഭയം വന്നപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച ദാവീദിന് ഭയത്തിന്റെ അനുഭവത്തിൽ പേടിയില്ല. കാര്യം എന്നാണെന്നറിയാമോ? ദൈവം എന്നോട് കൂടെയുണ്ട്. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, ഊരിൽ താഴിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. എന്താ ഭയപ്പെടാതിരിക്കാൻ കാര്യം? അവിടെ പറയുന്നു, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. യഥാർത്ഥ ഒരു ഭക്തൻ ഭയപ്പെടാതിരിക്കാനുള്ള കാരണം എന്താണ്? അതിന് കാരണം അവനൊരു ഉറപ്പുണ്ട്: എന്നോടുകൂടെ എന്റെ ഭാര്യയോ എന്റെ ഭർത്താവോ എന്റെ കുഞ്ഞുങ്ങളോ എന്റെ സഭാവിശ്വാസികളോ എന്റെ സഭയുടെ പാസ്റ്ററോ ഇല്ലെന്ന് വന്നാലും എന്നോടുകൂടെ ഉള്ള ഒരുവനുണ്ട്, അതെന്റെ കർത്താവായ യേശുവാണ് എന്ന തിരിച്ചറിവുള്ളവർക്ക് ഏത് കൂരിൽ താഴിൽക്കൂടെ നടന്നാലും ഭയപ്പെടേണ്ടി വരികയില്ല. എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. അതെ, തികച്ചും നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. യെശയ്യാ പ്രവചനം 41-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്ന എങ്ങനെയാണ്? നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്താ ഭയപ്പെടേണ്ടെന്ന് പറയാൻ കാരണം? ദൈവം പറയുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ടെങ്കിൽ ശത്രുവിനെ നീ ഭയപ്പെടേണ്ട. അതെന്നെ ഭയപ്പെടുത്തുന്ന മണ്ഡലങ്ങളിൽ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. കാര്യം എന്താ? നിന്നോട് കൂടെ ഉള്ളവൻ എല്ലാറ്റിനും നീക്കുപോക്ക് നൽകുവാൻ ശക്തനായിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട. നാം ദൈവത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? യേശുവിന്റെ ജനനത്തിൽ ദൂതന്മാർ പാടിയാണ്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നെങ്കിൽ യേശുവിന് കൊടുക്കുവാനുള്ളതായി
ദൂത് എന്താണ് ചോദിച്ചാൽ ഭയപ്പെടേണ്ട. ആരാ ഭയപ്പെടാതിരിക്കേണ്ടത്? സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഏറ്റുവാങ്ങാൻ തയ്യാറുള്ള വ്യക്തിക്ക് ഭയപ്പെടേണ്ടി വരികയില്ല. 41 യെശയ്യാ പ്രവചനത്തിൽ വായിച്ചല്ലോ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രേമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന്. യെശയ്യാവ് 54 പറയുന്നത് ഇങ്ങനെയാണ്, നീ ഭയപ്പെടേണ്ട, ലജ്ജിച്ചു പോകുകയില്ല. ഭ്രമിച്ചു നോക്കേണ്ട, നാണിച്ചു പോകുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നാം ഭയപ്പെടേണ്ട. ഭയഭക്തി ആരോടുണ്ടാകണം? സർവശക്തനായ ദൈവത്തോട് ഭയഭക്തിയുള്ള ഒരു വ്യക്തിക്ക് ലോകത്തിൽ ഒന്നിനെയും ഒരു ശക്തിയെയും ഭയപ്പെടേണ്ടി വരികയില്ല. അതിനായി സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ.